നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് 8 ഹിന്ദി ടെസ്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ടെസ്റ്റിൽ ഓരോ ചാപ്റ്ററിൻ്റെ റിവിഷൻ ചാപ്റ്ററാണ് ഇന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ആനുവൽ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഫോട്ടോസ് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോപ്പി എടുത്ത് പഠിക്കുകയോ അല്ലെങ്കിൽ എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഓരോ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നോട്ടുകൾ കാണിക്കാം. അതിൽ വരുന്ന മോഡലൊക്കെ ഇതാക്കുകയാണ്. അതിനുശേഷം എക്സ്പ്ലനേഷൻ ചെയ്യാം. ഓരോ ചാപ്റ്ററിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതെല്ലാവരും വാച്ച് ചെയ്യുക കേട്ടോ. വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ചോദ്യപേപ്പറിൻ്റെ വീഡിയോസും കൊടുത്തിട്ടുണ്ട്. 2024 സുഗമയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുക. എല്ലാ ചാപ്റ്ററിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് വരാം. അതിൻ്റെ നോട്ടിലേക്ക് വരാം. പാഠം നിങ്ങൾക്കറിയാമല്ലോ, ബാത്തൂസ് मंगलवार की. അപ്പോൾ आज मंगलवार है और मैं अजान कमार अभयारण्य में बसे ब्राह्मी गांव में हूँ. अपने 5 साथियों के साथ 65 किलोमीटर चलकर मैं यहाँ पहुँची हूँ. ഹം ഹഫ്തേ മേ ഏക് ദിൻ യഹാ ക്ലിനിക്ക് ചലാത്തെ ഹെ. അപ്പോൾ ഇവിടെ രമണി അട്ടക്കുരി തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അവിടെ ക്ലിനിക്കിന് വേണ്ടി പോകുന്നതാണ് ഇത് സന്ദർഭമായിട്ട് വരുന്നത്. അപ്പോൾ ബാത്ത് ഉസ് മംഗൾവാർക്കി കിസ് തരഹ്കി രചന ഹെ. ഏത് ടൈപ്പ് രചനയാണിത്? ഡയറി അല്ലേ. അപ്പോൾ എന്താ അവിടെ വരുന്നത്? ആൻസർ ഡയറി. അടുത്ത് വരുന്നത് മേ അജാൻ കമാർ അഭയാരണ്യ മേ ബസ് ബ്രാഹ്മി ഗാവ് മേ ഹോം. യഹാ മേ കോൻ. ഇവിടെ മേം ആരാണ്? രമണി അട്ടക്കുരി. ബ്രാഹ്മി ഗാവ് കഹാ ഹെ. എവിടെ ആ ഗ്രാമം വരുന്നത്? ഛത്തീസ്ഗഡ്. ബ്രാഹ്മി ഗാവ് മേം രമണി അട്ടക്കുരി ക്യാ ചലാത്തി ഹെ. അവിടെ എന്ത് പ്രവർത്തിക്കുന്നു? ക്ലിനിക്ക്. അങ്ങനെ എഴുതാം. ക്ലിനിക്ക്. കാടപ്പതി ലീ നിക്ക് ക്ലിനിക്ക്. ഏക് ഹഫ്തേ മേം കിത്തനെ ദിൻ ഹോത്തെ ഹെ. ഒരാഴ്ച എത്ര ദിവസമുണ്ട്? 7 അല്ലേ. 7 ദിനം. സാത്തിയോं के साथ हम 65 किलोमीटर चलकर वहाँ पहुँची. वहाँ 65 का संज्ञावाचक शब्द कौन सा है? അവർ 65-ന് എന്താ പറഞ്ഞത്? 65. അടുത്ത बासुत मंगलवार की डायरी का यह अंश पढ़े और नीचे दिए प्रश्नों के उत्तर लिखे. बातुस मंगलवार की डैश किसकी डायरी है? ആരുടെ ഡയറിയാണ്? രമണി അട്ടക്കുരി. ബർസാത്ത് കെ മൗസം മേ കിസ് നദി മേ പാനി ഫർ ജാത്ത ഹെ. മഴയൊക്കെ വരുമ്പോൾ അവിടെ എന്ത് പറ്റാറുണ്ട്? ഏത് നദിയിലാണ്? മണിയാരി നദി. രമണി അട്ടക്കുരി കാ ക്ലിനിക്ക് കഹാ ഹെ. അവിടെ ക്ലിനിക്ക് എവിടെയാണ്? ജംഗൽ കെ ബീച്ച്. അപ്പോൾ കാട്ടിലാണ് അവർ ക്ലിനിക്ക് നടത്തുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോവാറുണ്ട്. ഒരു വയനാടൊക്കെ പോലത്തെ കാടാണ്. അപ്പോൾ അവർ അവിടെ ചെന്നിട്ട് ജീപ്പൊക്കെ നിർത്തി കുറേ ദൂരം ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നടന്നൊക്കെ വേണം പോവേണ്ടത്. അപ്പോൾ ഒരു ദിവസം ഏതാണ്ട് 10-70 രോഗികൾ അവർ ശുശ്രൂഷിക്കുന്നുണ്ട്. എല്ലാം ഫ്രീ ആയിട്ടാണ്. ആദിവാസികളാണ്. അപ്പോൾ അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവരോട് നിന്നപ്പോൾ ഉള്ള ഒരു ദിവസത്തെ അനുഭവമാണ് ഇതിൽ പറയുന്നത്. അടുത്ത കോഷ്ടമേ ദിയ ശബ്ദവും കി സഹായസെ വാക്യ പിരമിഡ് കി പൂർത്തീകരെ. ഇവിടെ ഒരു പിരമിഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിരമിഡ് എഴുതുക. ഖടാ കിയ ഉസ് പാർ ഖടാ കിയ. 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ജീപ്പ് കോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഴുതാം ഖടാ കിയ ഇസ് പാർ ഖടാ കിയ. ഹംനെ ജീപ്പ് കോ ഇസ് പാർ ഖടാ കിയ. हमने जीप को इस पर खड़ा किया. അപ്പോൾ ആദ്യം ഖടാ കിയ, രണ്ടാമത് ഇസ് പാർ ഖടാ കിയ, മൂന്നാമത് ജീപ്പ് കോ ഇസ് പാർ ഖടാ കിയ. ഹംനെ ജീപ്പ് കോ ഇസ് പാർ ഖടാ കിയ. അപ്പോൾ ഈ പിരമിഡൊക്കെ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ചോദിക്കും കേട്ടോ. അടുത്ത് വരുന്നത് ബർസാത്ത്. ബർസാത്തിൻ്റെ വേറെ വാക്കാണ് ബാരിഷ്. മേഹനത്ത് പരിശ്രമം, ഇലാജ് ചികിത്സ, സെരൂരി ആവശ്യക്ക്, സഫർ യാത്ര. അപ്പോൾ ഒരിക്കലും വായിക്കാം. ബർസാത്ത് ബാരിഷ്, മേഹനത്ത് പരിശ്രമം, ഇലാജ് ചികിത്സ, സെരൂരി ആവശ്യക്ക്, സഫർ യാത്ര. അടുത്ത 13ാമത്തെ ചോദ്യമാണ്. ചോദ്യം എടുത്തോട്ടെ, ഒരു മിനിറ്റ്. രമണി അട്ടക്കുരിക്ക് ചരിത്ര വിശേഷത, അവരുടെ സ്വഭാവ വിശേഷണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 4-5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. अपना काम जिम्मेदारी से करने वाली, पैसों का लालच रखने वाली, कर्तनिष्ठा और ईमानदारी से काम करने वाली, गरीबों से दया और करुणा दिखाने वाली, दूसरों का दुख सहने वाली. അപ്പോൾ അതിൽ ഏതൊക്കെ പോയിന്റാണ് വരുന്നത്? ആ പോയിന്റ് കറക്റ്റായിട്ട് എടുത്തെഴുതുക. ഏതൊക്കെ വരാം? ഡോക്ടർ, അപ്പന കാം സിമേന്താരി സേ കർണേ വാലി. അവർ തൻ്റെ ജോലികൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്യുന്നതാണ് സിമേന്താരി. പിന്നെന്താണ്? കർത്തവ്യനിഷ്ഠ, കൃത്യനിഷ്ഠത, ഈമാന്താരി, സത്യസന്ധത. ഇപ്പം എന്തൊക്കെ പറയാം? അപ്പന കാം
जिम्मेदारी से करने वाली, कर्तव्यनिष्ठा और ईमानदारी से काम करने वाली, പിന്നെ गरीबों पर दया करने वाली. അടുത്ത मेम प्लस का मेरा. അടുത്ത 15ാമത്തത് ബിന്ദുओं की सहायता से डॉक्टर के गुण पर एक लेख लिखिए. അവരെ കുറിച്ച് ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കുറച്ച് പോയിന്റ് കൊടുത്തിരിക്കുക. हर एक मरीज के लिए डॉक्टर भगवान के समान है. ഓരോ രോഗികൾക്കും ഡോക്ടർ ഈശ്വരന്മാരെ പോലെയാണ്. यह जानकर ही प्रत्येक डॉक्टर जिम्मेदारी से और कर्तव्यनिष्ठा से अपना दायित्व निभाता रहता है. ഇതെല്ലാം മാനിച്ചുകൊണ്ടാണ് ഓരോ ഡോക്ടർമാരും അവരുടെ കർത്തവ്യവും അവരുടെ ഉത്തരവാദിത്വവും അവരുടെ കടമയൊക്കെ നിറവേറ്റുന്നത്. സിർഫ് പൈസ കമാനാ ഹി ഉൻകാ കാം നഹി ഹൈ. കേവലം പൈസ മാത്രം സമ്പാദിക്കുകയല്ല അവരുടെ ജോലി. एक ईमानदार डॉक्टर मरीजों की परेशानी को अपनी परेशानी मानता है. ഒരു സത്യസന്ധനായ ഡോക്ടർ തൻ്റെ ബുദ്ധിമുട്ടുകളെ രോഗിയുടെ ബുദ്ധിമുട്ടുകളെയും രോഗിയുടെ വേദനകളെയും തൻ്റെ വേദന പോലെയും തൻ്റെ ആവശ്യം പോലെയും തിന്നു കാണുന്നു. ഡോക്ടർക്കോ അപ്പനെ മരീസ് കെ പ്രതി സമഭാവ രഖ്ന ചാഹിയെ. ഓരോ ഡോക്ടറും തൻ്റെ രോഗികളോടൊപ്പം തുല്യ ഭാവനയായിരിക്കും അല്ലേ. സ്വയം തൻ്റെ ഒരു ആളെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അവരെ സഹായിക്കുക. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. हर एक मरीज के लिए डॉक्टर भगवान के समान है. അപ്പോൾ हर एक मरीज के लिए डॉक्टर क्या है, भगवान के समान है. यह जानकर ही प्रत्येक डॉक्टर जिम्मेदारी से और कर्तव्य निष्ठा से अपना दायित्व निभाता रहता है. क्या करता है, अपने जिम्मेदारी और कर्तव्य निष्ठा से अपना दायित्व निभाता रहता है. सिर्फ पैसा कमाना ही उनके काम में नहीं है. उनके काम में क्या नहीं है, सिर्फ पैसा कमाना. एक ईमानदार डॉक्टर मरीजों की परेशानी को अपनी परेशानी समझता है और मरीजों का दर्द अपना दर्द समझता है. डॉक्टर को अपने मरीज के प्रति समभाव रखना चाहिए. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നന്നായിട്ട് വായിച്ച് കേട്ട് 2-3 തവണ ഈ വീഡിയോസ് കേട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. അടുത്ത് വരുന്ന 16ാമത്തെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യത്തിൽ വരുന്നത് हफ्ते में एक दिन, ആഴ്ചയിൽ ഒരു ദിവസം दिनों ക്ലിനിക്ക് ചലാത്തെ ഹെ. മരീസോं का इंजेक्शन पर बड़ा विश्वास होता है. രോഗികൾക്ക് ഇൻഡക്ഷനാണ് വളരെയധികം വിശ്വാസമുള്ളത്. ഇസി കാം കാ മുझे रोज़ का इंतज़ार होता है. ഈ കാര്യത്തിനായിരുന്നു ഞാൻ എന്നും പ്രതീക്ഷയോടെ കാത്തിരുന്നത്. മണിയാരി നദി पर कोई पुल नहीं था. മണിയാരി നദിയിൽ പാലങ്ങളൊന്നും ഇല്ലായിരുന്നു. ക്ലിനിക് में कई गाँवों ലോക് ആത്തേ ഹെ. ക്ലിനിക്കിന് പല ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ വരുമായിരുന്നു. അപ്പോൾ ഇതാണ് ഉസ് മംഗൾവാർ കി എന്ന പാഠത്തിലെ റിവിഷന്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു റിവിഷൻ ചാപ്റ്ററൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ചാപ്റ്ററിൻ്റെ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.